1994 മുതൽ 2014 വരെയുള്ള കാലയളവിൽ 100-ലേറെ മൃതദേഹം താൻ കുഴിച്ചിട്ടെന്നാണ് ക്ഷേത്ര ജീവനക്കാരന്റെ മൊഴി. പലപ്പോഴും ഭീഷണിപ്പെടുത്തിയാണ് സംസ്കാരം നടത്തിച്ചത്. കാടിനുള്ളിൽ കുഴിയെടുക്കാൻ മാനേജർ വിളിച്ചു പറയും. പിന്നീട് മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ് പതിവ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പലരുടെയും വസ്ത്രമില്ലാത്ത മൃതദേഹം കുഴിച്ചു മൂടിയിട്ടുണ്ട്. ലോഡ്ജിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹവും കാട്ടിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട്. സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാരും ലോഡ്ജിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും മൊഴിയിൽ പറയുന്നു. DIG അനുച്ഛേദന നിർദ്ദേശപ്രകാരം DCP ജിതേന്ദ്രകുമാറാണ് മൊഴിയെടുപ്പ് നടത്തിയത്. ജീവനക്കാരൻ മൊഴി മാറ്റാൻ സാധ്യതയുള്ളതിനാൽ മൊഴി വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വെളിപ്പെടുത്തലിൽ സത്യമുണ്ടോ എന്നറിയാൻ ജീവനക്കാരൻ പറഞ്ഞ പ്രധാന സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് പരിശോധിക്കും. തിരക്കുന്നുണ്ടെന്ന് പറയുന്നല്ലാതെ അതിലെന്തായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല അച്ഛനോട്. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ബോഡിയായിരുന്നു 56 ദിവസം കഴിഞ്ഞിട്ട്. എങ്ങനെയായിരുന്നു ബോഡി കണ്ടെത്തുന്നത്? ബോഡി ഇത് കൈ രണ്ടും പിന്നെ കാൽ രണ്ടും കെട്ടുന്ന സ്ഥിതിയിലായിരുന്നു. ജസ്റ്റ് സ്കെലറ്റൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോഡി ഫുള്ള് ഡിക്കി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കയ്യിൽ ഒരു റിസ്റ്റ് വാച്ചും പിന്നെ ಡ್ರೆಸ್ಸಿನ മേളിൽ ഐഡന്റിഫೈ ചെയ്തത്. പിന്നെ COD തനിക്ക് കിട്ടി. ದಾರಿ ಸೈಡಲ್ಲಿ ಹೋಗುವಾಗ ಈ ವಾಸನೆ ಸ್ಮೆಲ್ ಬರುವಾಗ ಅಲ್ಲಿ ಮಾತಾಡ್ಕೊಂಡಿರ್ತಿದ್ರು ಯಾರೋ ಅಗ್ಗದ ಸತ್ತಿದ್ದಾರೆ ಅಂತ. ವಾಸನೆ ಬರೋದು ನೋಡಿ ನಾವಲ್ಲಿ ದಾರಿಯಲ್ಲಿ ಹೋಗುವಾಗ ധർമ്മസ്ഥലത്ത് നടന്നത് വളരെ മൃഗീയമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഓരോന്നായിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നതാണ്. മംഗളൂരിലെ കദരി ഇൻസ്പെക്ഷൻ സെന്ററിലാണ് ഈ പറയുന്ന വ്യക്തിയെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിത് ആ കേസിൽ നമുക്ക് കുറച്ചൊക്കെ ആശ്വാസം കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പ്രത്യേക ഒരു അന്വേഷണ സംഘമായിട്ടുള്ള SIT ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഞെട്ടിക്കുന്ന മൊഴികളാണ് ഈ പറയുന്ന SIT ടീമിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു മാനേജറിന്, അതായത് ഒരു സൂപ്പർവൈസറിനെതിരെയുള്ള ഒരു മൊഴിയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എവിടെയെങ്കിലും ഒരു കൊല നടന്നു കഴിഞ്ഞാൽ, ഒരാളെ തീർത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മാനേജർ ഫോൺ വിളിച്ചിട്ട് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയോട് പറയും, എടാ കുഴിയെടുക്കടാ, നീ അവിടെ വനത്തിനുള്ളിൽ കുഴിയെടുക്ക് എന്ന് പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തും. ഇവൻ ആ കുഴി എടുക്കുമ്പോൾ ഒരു കാറിൽ കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്ന് ഈ പറയുന്ന വ്യക്തിയെയും കൊണ്ട് അതിൻ്റെ അകത്ത് ഈ കുഴിയിൽ മറവ് ചെയ്യുകയാണ്. അതിനകത്ത് നിരവധി പെൺകുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികളുണ്ട്. അതൊക്കെയാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. യൂണിഫോമിലുള്ള പിള്ളേരുകൾ അവരൊക്കെ ഉണ്ട്. ചിലരുടെ ബാഗുകൾ സഹിതമാണ് ഇതിനകത്ത് മറവ് ചെയ്തിരിക്കുന്നത്. പലരുടെ കുട്ടികളെ സെപ്പറേറ്റ് മറവ് ചെയ്തിട്ടുണ്ട്, ചിലടത്ത് ബാഗ് സെപ്പറേറ്റ് മറവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ഈ പറയുന്ന ധർമ്മസ്ഥലത്തുള്ള ഈ വനപ്രദേശത്ത് ഒരു 3 കിലോമീറ്ററിന് ചുറ്റളവിൽ നിരവധി ശരീരങ്ങൾ, മൃതശരീരങ്ങളാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ ജൂലൈ 13-ാം തീയതി ഇദ്ദേഹം ഒരു ഇതെടുത്തുകൊണ്ട് അസ്ഥികൂടം എടുത്തുകൊണ്ടാണ് കോടതിക്ക് മുമ്പിൽ വരുന്നത്. അന്നേരം തന്നെ ഈ പുള്ളിക്കാരൻ പറഞ്ഞത്, എനിക്കിത് പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കണം, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഈ ധർമ്മസ്ഥലത്ത് വെച്ച് ഇല്ലാണ്ടായവരെ എല്ലാം അവരുടെ അന്ത്യ ശുശ്രൂഷകൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വന്ന് ഈ പറയുന്ന കോടതിക്ക് മുമ്പിൽ ഹാജരായി ഇദ്ദേഹം മൊഴി കൊടുത്തിരുന്നു. ആ മൊഴിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വായിച്ചതാണ്. ഞെട്ടിക്കുന്നത് തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സൗജന്യ കേസ് ഉണ്ടാകുന്നത്, ഈ സൗജന്യ ഇമാര് തീർക്കുന്നത്. പക്ഷേ ഈ സൗജന്യം തീർത്തിട്ട് ഇവന്മാർക്ക് കുഴിച്ചിടാനുള്ള ഒരു സമയം കിട്ടിയില്ല. അതിനിപ്പുറം തന്നെ ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ഈ ഭീമൻ എന്ന് പറയുന്ന പുള്ളിയുടെ പേര് അങ്ങനെ അല്ലെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത്. അന്നേരം തന്നെ ഇവർക്ക് അത് കുഴിച്ചിടാനുള്ള സമയം കിട്ടിയില്ല. ഇവർ രാത്രി തന്നെ കൊണ്ടുവന്ന് ഈ പറയുന്ന പ്രകൃതി ഹോസ്പിറ്റലിന്റെ ആ സൈഡിലായിട്ട് ഒരു കുഴിക്കകത്ത് കൊണ്ട് ഇട്ടിട്ട് ഇവന്മാർ അവരുടെ പാട്ടിന് പോയി. എന്നിട്ട് പറയുന്ന സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരു മെന്റലായിട്ടുള്ള ഒരുത്തനെ ഈ കേസിൽ കൊടുക്കുകയൊക്കെ ചെയ്ത് അത് അങ്ങനെയാണ് നിന്നിരുന്നത്. അപ്പോൾ ഈ സന്തോഷ് റാവു ഒരു മെന്റലായിട്ടുള്ള ഒരുത്തനാണ്. അങ്ങനെ ഒരുത്തൻ ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു ക്രൂരത ചെയ്യത്തില്ല എന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ട് അവര് രംഗത്തെത്തുകയും അതോടൊപ്പം തന്നെ സമീർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ യൂട്യൂബർ ഈ ഒരു കാര്യം എടുത്ത് ചർച്ച ചെയ്തതോടുകൂടി തന്നെ മൊത്തത്തിൽ ഇളകി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി 2014 സ്വന്തം ഫാമിലിയെ കൂട്ടിക്കൊണ്ട് ഓടിപ്പോയതാണ്. അദ്ദേഹം തിരിച്ചു വരികയും ഈ പറയുന്ന അസ്ഥികൂടം എടുത്തോണ്ട് കോടതിക്ക് മുമ്പിൽ ഹാജരാകുകയും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം വന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ എവിടേക്കാണ് കുഴിച്ചിട്ടിരിക്കുന്നത്, നീ ഒന്ന് മാപ്പ് വരച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച അന്വേഷണ സംഘത്തിലെ ആൾക്കാർ വരെ ഉണ്ട്, പോലീസുകാർ വരെ ഉണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഒരു അന്വേഷണം നല്ല രീതിയിൽ തന്നെ നടക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു കേസ് മാത്രമല്ല, ഇതിനു മുമ്പ് നടന്ന, അതായത് ഒരു 80-ൽ നടന്ന കേസായിട്ടുള്ള നമ്മുടെ മലയാളി പെൺകുട്ടിയായിട്ടുള്ള ഒരു പത്മലത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയും ഇതുപോലെ തന്നെ ഒരു സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നു അന്ന്. ആ പെൺകുട്ടിയും ഇവന്മാര് തീർത്തതിന് ശേഷം 2 മാസത്തിന് ശേഷമാണ് ഈ പെൺകുട്ടിയുടെ ഈ പറയുന്ന മൃതദേഹം കിട്ടുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് ആ പെൺകുട്ടിയുടെ, അതായത് പത്മലത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സഹോദരി പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു. എന്താണ് സംഭവിച്ചത്?
ಒಂದು എൻ്റെ അനിയത്തി പത്മലത പുള്ളിക്കാരത്തി ഇത് 1986 ഡിസംബർ 22, 23, 24 ഇങ്ങനെ ഈ 3 ദിവസം അവരുടെ കോളേജ് ഡേ ഉണ്ടായിരുന്നു. അവൾ സെക്കൻഡ് ഇയർ PUC പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അന്നേരം ഇവിടെ ഫസ്റ്റ് ഡേ കോളേജ് ഡേ എന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞിട്ട് പോയി. നൈറ്റ് പ്രോഗ്രാം നിൽക്കുന്നില്ല, നെക്സ്റ്റ് ഡേ നൈറ്റ് പ്രോഗ്രാം നിൽക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ദൂരം ഇവിടുന്ന് സുമാർ 12 കിലോമീറ്റർ ഉണ്ട് ഈ കോളേജ്. ഈ പിള്ളേർക്ക് വേണ്ടി തന്നെ ഈ ജീപ്പ് സർവീസ് ഉണ്ട്, അതില്ലാന്നുണ്ടെങ്കിൽ നടന്നു വരും. അങ്ങനെയുള്ള ഇത് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ആകും ധർമ്മസ്ഥലത്തിന്. അവൾ ഇത് അന്ന് വരുമെന്ന് പറഞ്ഞ് സന്ധ്യയായിട്ടും പുള്ളിക്കാരത്തി വീട്ടിലെത്തിയില്ല. എത്താതിരുന്നപ്പോൾ അച്ഛൻ ഇത് ധർമ്മസ്ഥലത്ത് പോയി തിരക്കിയപ്പോൾ ഇതിന് ഇവൾ വന്നിട്ടില്ല, അവളെ എവിടെ എങ്ങും കണ്ടില്ല. പിന്നെ ഈ ബസ് പാസ്സിൽ ചെക്ക് ചെയ്തപ്പോൾ ബസ് പാസ് ഉണ്ടായിരുന്നു, അത് എൻട്രി ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഷുവറായി അവിടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് എന്തായെന്ന് ആർക്കൊന്നും അറിയത്തില്ല. ഇതേ സെയിം തന്നെയായിരുന്നു നമ്മുടെ സൗജന്യയുടെ കേസും. സൗജന്യം വന്ന് ബസ്സിൽ വന്നിട്ട് ഈ പറയുന്ന നേത്രാവതി ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങിയതിനു ശേഷം ഈ നേത്രാവതി ബസ് സ്റ്റോപ്പിൽ നിന്ന് പ്രകൃതി ഹോസ്പിറ്റലിൽ അവിടെ വരെ എത്തി. അവിടെ വെച്ച് മാവനെ കണ്ടതാണ്. മാവനെ കണ്ടിട്ട് ഇനി അവിടെ നിന്നും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന സൗജന്യയുടെ വീട്ടിലേക്ക് പോകാൻ. ആ ഒരു സമയത്തിനുള്ളിലാണ് ആ പറയുന്ന സൗജന്യം അവിടെ നിന്ന് കാണാതാകുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പത്മജയും അവിടെ നിന്ന് കാണാതാകുന്നത്. ബസ്സിൽ വന്ന് ഇറങ്ങി പിന്നെ കാണുന്നില്ല. കോളേജ് ചോദിച്ച പ്രിൻസിപ്പൽ പറഞ്ഞ് ഞങ്ങൾ തിരക്കാന്നൊക്കെ പറഞ്ഞ്. പിന്നെ അച്ഛൻ പോയി രണ്ടാമത് പോയി ചോദിച്ചപ്പോൾ അവർ അച്ഛനോട് തട്ടിക്കയറുമായിരുന്നു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടെ എന്തോ ഇത് പണി, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം അങ്ങനെ നിന്ന് പറഞ്ഞ് അച്ഛൻ തട്ടിക്കയറി. ധർമ്മസ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ ഇല്ല, വെളുത്തങ്ങാടി പോയി താലൂക്ക അവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്ത്. എന്നിട്ട് അവർ കംപ്ലയിൻറ്റ് റിസീവ് ചെയ്തില്ല പോലീസുകാർ. പിന്നെ പാർട്ടിക്കാർ ചെന്നിട്ട് അവരോട് പറഞ്ഞിട്ട് അവരുടെ ഉത്തരപ്രകാരം പിന്നെ കേസെടുത്ത് അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞ് മാത്രം. അത് കഴിഞ്ഞ് ഒരു പോലീസുകാരൊന്നും ഇത് അറിയിച്ചില്ല അച്ഛൻ ഡെയിലി പോകുക, അന്നേരം പറയുന്ന തിരക്കുന്നുണ്ടെന്ന് പറയുന്നല്ലാതെ അതിലെന്തായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല അച്ഛനോട്. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ബോഡിയായിരുന്നു 56 ദിവസം കഴിഞ്ഞിട്ട്. എങ്ങനെയായിരുന്നു ബോഡി കണ്ടെത്തുന്നത്? ബോഡി ഇത് കൈ രണ്ടും പിന്നെ കാൽ രണ്ടും കെട്ടുന്ന സ്ഥിതിയിലായിരുന്നു. ജസ്റ്റ് സ്കെലിറ്റൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോഡി ഫുള്ള് ഡിക്കി ആയിട്ടുണ്ട്. ഈ പറയുന്ന പെൺകുട്ടിയുടെ, അതായത് പത്മലത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൈ ബന്ധിച്ച രീതിയിലായിരുന്നു കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അതായത് 2 മാസം കഴിഞ്ഞിട്ടാണ്, ഒരു 56 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടുന്നതെന്നും പറയുന്നുണ്ട്. അപ്പൊ തന്നെ അസ്ഥികൂടമായിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ആയിരുന്നു സൗജന്യയുടെ ബാഗ് വെച്ചും അതോടൊപ്പം തന്നെ ID കാർഡ് വെച്ചും ഷാൾ വെച്ചും ഒക്കെയാണ് ദുപ്പട്ട, അതായത് ഷാൾ അത് വെച്ച് കെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പെൺകുട്ടിയും അവിടെ കണ്ടത്. അപ്പൊ എല്ലാം ഒരു പ്ലാനഡ് ആണ്. എല്ലാം എന്താ പറയുക, എല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇതിന്റെ അകത്തെ മെയിൻ ആൾക്കാർ ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ പലരും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പേര് പറയാത്തത്, എന്തുകൊണ്ടാണ് സാക്ഷിയുടെ പേര് പറയാത്തത്. നിങ്ങൾക്ക് വന്നിട്ട് കമന്റ് ഇട്ട് പോയാൽ മതി. പലർക്കും പേരില്ല, പലർക്കും ഇതൊന്നുമില്ല. നമ്മളൊക്കെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഇത് ചില്ലറ നിസ്സാരപ്പെട്ട ഒരു കേസല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കേസുമായി സംബന്ധിച്ച് സംസാരിച്ചവരെയൊക്കെ അവർ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രവുമല്ല പലരുടെയും യൂട്യൂബ് ചാനലിലുള്ള വീഡിയോകൾ വരെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇത് ചില്ലറക്കാരൊന്നും അല്ല ഇതിന്റെ പിന്നിലൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ അമ്മ പറയുന്ന ബാക്കി കാര്യം. പിന്നെ ഒരു അവിടെ കയ്യിൽ ഒരു റിസ്റ്റ് വാച്ചും പിന്നെ ഡ്രസ്സിൻ്റെ മേളിൽ ഐഡൻറ്റിഫൈ ചെയ്തത്. പിന്നെ COD തനിക്ക് കിട്ടി കേസ്. COD തനിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ചിലരൊക്കെ ആക്ടിവിസ്റ്റൊക്കെ വന്നായിരുന്നു, അവരൊക്കെ പറഞ്ഞ് പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും കൂടെ കൂടി CODക്ക് ഇടണമെന്നും പറഞ്ഞ് COD തനിക്ക് കിട്ടി. CID അല്ല, അന്ന് COD ആയിരുന്നു. തനിക്ക് കിട്ടി. അവർ തനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്തായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ലാസ്റ്റ് വന്നത് ഇത് തെളിയിക്കാനാകാത്ത കേസെന്നും പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത്. പുതിയ അന്വേഷണ സംഘം വരാൻ പോവാണ്, ഉത്തരവ് ആയിട്ടുണ്ട്, എന്താണ് പറയാനുള്ളത്? എല്ലാത്തിനും ഒരു എൻഡ് വേണമല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മരണങ്ങൾ കുറേ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പം അറിയുന്നത്. തെളിയണം കേസ്, ശരിക്കും ആരാ എന്തോ എൻ്റെ പുറകിലുള്ളതെന്ന് നമുക്ക് തെളിയണം. യെസ്, തെളിയണം. അതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ഇതിന്റെ പിന്നിൽ ആരാണ്, എന്തിനാണ് ഈ നാറി ഇതൊക്കെ ചെയ്തത്, എന്തിനാ ചെയ്തതെന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. ഒരുത്തന് വസ്തു വേണം, ഒരുത്തന് പെണ്ണുങ്ങളെ വേണം. അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ പ്രായമായവരല്ല, ചെറിയ പിള്ളേരെ വരെ ഇവന്മാര് ഉപയോഗിച്ച് ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ സങ്കടം തരുന്ന ഒരു കാര്യങ്ങളാണ്. അതും എത്ര മൃഗീയമായിട്ടാണ് ഓരോരുത്തരെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. പലരെ ആസിഡ് ഒഴിച്ച്, പലരുടെയും തലയിൽ കല്ലിട്ട് എങ്ങനെയൊക്കെയാണ് തീർത്തിരിക്കുന്നത്. ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി വന്ന് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഞെട്ടിപ്പോവും. ഇപ്പോഴെന്തുമായാലും അദ്ദേഹം നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് മൊഴി കൊടുത്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞായറാഴ്ച ആയിട്ട് പോലും ഈ പറയുന്ന അന്വേഷണ സംഘം ഈ മൊഴി എടുക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവർ നല്ല രീതിയിൽ തന്നെ ഇത് അന്വേഷിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇന്നും ഈ ഒരു മൊഴി എടുക്കുന്നുണ്ട്. ഇനി എന്തായാലും എത്ര പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കള്ളന്മാരെ പിടിക്കണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെ ആഗ്രഹം. ഇപ്പോൾ കർണാടകത്തിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ ധൈര്യം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മീഡിയക്കാരെ ഏറ്റെടുത്തു.
തമിഴ്നാട്ട് മീഡിയ, ആന്ധ്രാപ്രദേശ് മീഡിയ, അങ്ങനെ തുടങ്ങി നമ്മുടെ ഇന്ത്യയിലുള്ള പല മീഡിയകളും ഈ ഒരു വിഷയം ഏറ്റെടുത്തതോടുകൂടി തന്നെ ഈ ഒരു വിഷയം ഇപ്പൊ ഇങ്ങനെ ഈ നമ്മുടെ ഓൺലൈൻ മീഡിയകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ ചർച്ചയാകും. ഇപ്പൊ തന്നെ ഓൾറെഡി ചർച്ചയായിട്ടുണ്ട്. നമ്മളൊക്കെ ഞെട്ടിപ്പോയൊരു സംഭവമാണ് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു എന്നുള്ളത്. നമ്മൾ ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി വന്ന് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയതാണ്. എന്തായാലും ഈ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഈ പറയുന്ന ധർമ്മസ്ഥാലയിലെ 10 വർഷം ജോലി ചെയ്ത ഒരു വ്യക്തി, അദ്ദേഹം പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ജോലി ചെയ്ത സമയത്ത് അവിടെ ഇതുപോലത്തെ കാര്യങ്ങൾ നടന്നിരുന്നു. അപ്പൊ അവിടെ ജോലി ചെയ്ത, അതായത് ഇവര് ജോലി ചെയ്ത സ്ഥലത്തു നിന്ന് ഒരാളെ വിളിച്ചിട്ടാണ് പറയുന്നത്, എടാ നീ പോയി ഇതൊക്കെ കുഴിച്ചിട് എന്ന് പറയുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഞാനത് കന്നഡയാണ്, ഞാൻ ಟ್ರಾನ್ಸ್ಲೇಟ್ ചെയ്ത് തരാം. 10 ವರ್ಷ ನಾವಲ್ಲಿ ಕೆಲಸ ಮಾಡಿದ್ದೇವೆ. ನಾನು ಮದುವೆ ಆಗಿದ್ದು ಕೂಡ ಅಲ್ಲಿ ಧರ್ಮಸ್ಥಳದಲ್ಲೇ. ಅಂದ್ರೆ NP ಅಲ್ಲೇ ಅವಳೆ, ಧರ್ಮಸ್ಥಳದ ಅವಳೆ. ಅಂದ್ರೆ ಅವರು ಮುಂಚೆ ಸಣ್ಣ ಇರುವಾಗಿಂದನೂ ಅದೇ ತರ ಆಗ್ತದ ಅಂತ ಅಲ್ಲಿ. ನಿಮ್ಮ ಮಿಸಸ್ಗೆ ಅವಾಗ್ಲಿಂದಾನೇ ಗೊತ್ತು? ಅವಾಗಿಂದಾನೇ ಗೊತ್ತು, ಚಿಕ್ಕ ಹುಡುಗಿಯಿಂದಾನೇ ಗೊತ್ತು. ಹೌದು, ಅವರಲ್ಲೇ ಊಟಿ ಬೆಳೆದದಲ್ಲ. ಮತ್ತೆ അദ്ദേഹം പറയുന്നത്, ഞാൻ ധർമ്മസ്ഥലത്ത് നിന്നാണ് കല്യാണം കഴിച്ചതെന്നും എന്റെ വൈഫ് അവിടെ ഉള്ള വ്യക്തിയാണെന്നും ആ പുള്ളിക്കാരിക്ക് കൊച്ചിൽ തൊട്ടേ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അറിയാമെന്നും ആണ് ഇദ്ദേഹം അവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ അവിടെ 10 ವರ್ಷമായിട്ട് അവിടെ ജോലി ചെയ്തിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ಓಕೆ, ಬಾಕಿ. ನಾನು ಮದುವೆ ಆದ್ಮೇಲೆ ಅಲ್ಲಿ ಕೆಲಸ ಮಾಡಿದೆ. ಅವಾಗ ಈ ಕೆಲಸಕ್ಕೆ ನಮ್ಮಂದ್ರೆ ಒಂದೊಂದ್ಸಲ ಅವರ ಅಡಿಕೆ ತೋಟ ಅಲ್ಲಿ ದಾರಿ ಸೈಡ್ ಅಲ್ಲಿ ಹೋಗುವಾಗ ಈ ವಾಸನೆ ಸ್ಮೆಲ್ ಬರುವಾಗ ಅಲ್ಲಿ ಮಾತಾಡ್ಕೊಂಡಿರ್ತಿದ್ರು, ಯಾರೋ ಅಗ್ಗದ ಸತ್ತಿದ್ದಾರೆ ಅಂತ. ವಾಸನೆ ಬರೋದು ನೋಡಿ ನಾವಲ್ಲಿ ದಾರಿಯಲ್ಲಿ ಹೋಗುವಾಗ ಮತ್ತೆ ಅದು ಹೀಗೆ ಸುಮಾರು ಸತಿ ಆಯ್ತು. ಆದ್ಮೇಲೆ ಒಬ್ಬ ಕೆಲಸಕ್ಕೆ ಬಂದು ಸೇರಿದ ನಮ್ಮೊಟ್ಟಿಗೆ. ಎಲ್ಲಿ ಅವನಂದ್ರೆ ಅವ್ನು ಬೆಳ್ತಂಗಡಿ ಅವನು. ಅವನು ಗೌರ್ಮೆಂಟ್ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಕೆಲಸ ಮಾಡೋದು. ಅಲ್ಲಿ ಅವರಿಗೆ ಡಾಕ್ಟರ್ ಅವ್ರಿಗೆ ಜಗಳ ಆಯ್ತು. ಜಗಳ ಆದ್ಮೇಲೆ ಅವನನ್ನು ಇಲ್ಲಿ ಕೆಲಸಕ್ಕೆ ಇಟ್ಕೊಂಡ್ರು ಇವ್ರು. ಯಾರು ಅವನ ಹೆಸರು ಈಗ ನನಗೆ ಮರ್ತೋಗಿದೆ, ಎಂತದ್ದು ಹೆಸರು ಉಂಟು. ಅವರು ಹರಿಜನ್ಸ್ ಅವ್ರು ಮಾತ್ರ. ಅವ್ರು ನೋಡ್ಲಿಕ್ಕೆ ಹರಿಜನ. ಹರಿಜನ ಅವರು. ಅಲ್ಲಿ ಯಾರು ಸತ್ರು ಪೊಲೀಸ್ನವರಿಗೆ ಅವನಿಗೆ ಕಾಂಟ್ಯಾಕ್ಟ್, ಯಾರೋ ಅಲ್ಲಿ ಹಗ್ಗ ತಗೊಂಡ್ಸಾಲಿ ಹೀಗೆ ಕೊಳತೋಗಿದ್ರೆ ಅವನೇ ಹೋಗಿ ಅದನ್ನು ಗುಂಡಿಗೆ ಹಾಕುದು ಅಲ್ಲಿ. ಅವನು ಈ ಕೆಲಸ ಮಾಡ್ತಾ ಇರುವಾಗ ಫೋನ್ ಬರ್ತಾ ಇತ್ತು ಅವನಿಗೆ, ನಮ್ಮೊಟ್ಟಿಗೆ ಕೆಲಸ ಮಾಡುವಾಗ, ಅವನನ್ನು ಕಳಿಸ್ಕೊಡಿ ಅಂತ. ಹಾಗೆ ಅವನು ಹೇಳ್ತಿದ್ದ ನಮ್ಗೆ, ಹೀಗೆ ಒಂದು ಹುಡುಗಿ ಇತ್ತು, ಒಬ್ಬ ಹುಡುಗ ಹೀಗೆ ಈಗೆಲ್ಲ ಸೂಸೈಡ್ ಮಾಡ್ಕೊಂಡಿದ್ರು, ಗುಂಡಿಗೆ ಹಾಕಿದ್ದು ಅಂತ ಅವನ ನಮ್ಮೊಟ್ಟಿಗೆ ಬಂದು ಹೇಳ್ಕೊಂಡು ಇರಿಲ್ಲ. ಹಾಗಾಗಿ ನಾನು ಹೇಳಿದ್ದು ನಿಮ್ಮ ಹತ್ರ. ಮತ್ತೆ ಎಲ್ಲಿ ಜಾಸ್ತಿ ಅಂದ್ರೆ ಈಗೇನು ಸೌಜನ್ಯನೇ ಅಂತ ಅಂದ ಹಾಕಿದ್ರಲ್ಲ ಇವರು, ಬಂಗಾಳನ ಏನದ ಹೆಸರು, ഇത് ഇദ്ദേഹം പറയുന്നത്, ഇവരുടെ ജോലി സ്ഥലത്തേക്ക് ഒരാള് ജോലിക്കായിട്ട് എത്തി. ഇവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അടയ്ക്ക ഉണ്ടല്ലോ, നമ്മുടെ എന്ത് പറയാ, കവുങ്ങിന്റെ പിന്നെ അടയ്ക്കയൊക്കെ പറക്കുക, പിന്നെ അതിന്റെ കാര്യങ്ങളും അതിന്റെ ജോലികളൊക്കെ ആയിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിലേക്ക് ജോലിക്കായിട്ട് ഒരാൾ എത്തി. അദ്ദേഹം ജോലിക്ക് എത്തിയ സമയം തൊട്ട് ഈ പറയുന്ന ഈ പോലീസുകാർക്കും ഈ പറയുന്ന ഈ ജോലിക്ക് എത്തിയവനുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു, ഫോൺ കോൺടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോലീസുകാർ വിളിച്ചിട്ട് ഇദ്ദേഹത്തോട് പറയും, ഇതുപോലെ ഒരാൾ അവിടെ കിടപ്പുണ്ട്, ഒരു മൃതദേഹം അവിടെ ഉണ്ട്, അവിടെ കിടപ്പുണ്ട്, അത് ചീഞ്ഞു കിടപ്പുണ്ട്, അത് നീ കൊണ്ടുപോയി കുഴിച്ചിടണം എന്നൊക്കെ വിളിച്ചു പറയുമായിരുന്നു. അതനുസരിച്ച് ഈ പറയുന്ന ഈ ജോലിക്ക് വന്നിരിക്കുന്ന അവന്റെ പേരറിയത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പോയി അത് കുഴിച്ചിടുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ പറയുന്ന പുള്ളിക്കാരൻ ഈ ഇവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇവർ ഈ കവുങ്ങുന്തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ അവർക്ക് സ്മെല്ലുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്, മനുഷ്യന് മരിച്ച് ചീഞ്ഞഴിഞ്ഞതിന്റെ സ്മെല്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്ത് ഭയാനകമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഓ, കഷ്ടം. ಈಗೇನು ಸೌಜನ್ಯನೇ ಅಂತ ಅಂದ ಹಾಕಿದ್ರಲ್ಲ ಇವರು, ಬಂಗಾಳನ ಏನದ ಹೆಸರು, ಇದು ಪ್ರಕೃತಿ ಆಸ್ಪತ್ರೆ ಎದುರಿಗೆ ಅದೇ ಸೌಜನ್ಯನ್ ಮನೆಗೆ ಹೋಗೋ ರೋಡು. ರೋಡ್ ಆ ರೋಡಿನ ಎಡಗಡೆ ಗುಡ್ಡದಲ್ಲಿ ಜಾಸ್ತಿ ಹಾಕಿದ್ದಾರೆ ತಂದು. ഇദ്ദേഹം പറയുന്നത് കേട്ടോ, പ്രകൃതി ഹോസ്പിറ്റലിന്റെ അടുത്ത് സൗജന്യയുടെ മൃതദേഹം എവിടാണോ കിട്ടിയത് അവിടോട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ഇവർ കൊണ്ടിട്ടുകൊണ്ടിരുന്നതെന്ന്, മൃതദേഹങ്ങൾ. എന്നിട്ടാണ് ഇദ്ദേഹത്തെ വിളിച്ചു പറയുന്നതെന്ന്, അതായത് ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തവനെ വിളിച്ചു പറയുന്നത്, നീ പോയി അതൊക്കെ എടുത്ത് മറവ് ചെയ്യുമെന്ന് പറയുന്നതെന്ന്. കേട്ടോ നിങ്ങള്, ഇത് എന്താണ്? പലരും വന്ന് പറയുന്നുണ്ട്, എടാ നിങ്ങൾ ചുമ്മാ പറയുന്നത് അല്ല, ഇത് അതൊന്നും അല്ല, ഇത് റിയൽ നടന്ന സംഭവമാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ഇത് സിനിമയോ ഒന്നും അല്ല, ഇത് ജീവിതമാണ്. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ನನ್ನ ಮಗನ್ ನೋಡಿದೀರಾ ನೀವು? ಯಾರು ಅವನು? ತಮ್ಮನ ಮಗನ್ ನೋಡಿದೀರಾ ನೀವು? ನೋಡಿದ್ದೇನೆ. ಅಲ್ಲ, ಅವಳೆ ನೋಡಿದ್ರೆ ಅಮೂಲ್ ಬೇಬಿ ತರ ಇದ್ದಾನೆ. ಅವ್ನ್ ನೋಡಿದ್ರೆ ಅವ್ನ್ಗೆ ಮಾಡೋ ತರ ಕಾಣಿಸ್ತಾನ?
ಅವನು ಎಷ್ಟು ಜೋರಿದ್ದಾನೆ ಗೊತ್ತಾ ನಿಮ್ಗೆ? ಹೌದಾ? ಮತ್ತೆ ಅದು ಇನ್ನೊಂದು ಅವ್ನ್ಗೆ ಗಾಂಜಾ ಗಿಂಜಾ ಎಲ್ಲಾ ಶೋಕಿನ ಇದೆಯಂತೆ, ನಿಜ? ಇವರೆಲ್ಲ ಸೇರಿ ಚಿಕ್ಕಂದಿನ ಆಟ ಆಡಿಕೊಂಡಿರ್ತಿದ್ರು ಅಲ್ಲಿ ಗ್ರೌಂಡ್ ಅಲ್ಲಿ. ಹಾ, ಅದೇ ಇವನು. ಹಾ, ಅವನು ಇವರೆಲ್ಲ ನಾವೆಲ್ಲ ಕೆಲಸದವ್ರು ಹೋದ್ರೆ ದೂರ ಹೋಗ್ಯಾರಪ್ಪ ಜಮೀನಿಗೆ ಹಾ. ಅಂತೇಳಿ ನಮ್ಗೆಲ್ಲ ಜೋರ್ ಮಾಡುದು. ಯಾರು ಈ ರಿಕ್ಷಾದವ ಜೊತೆ ಬೆಬ್ಬೆ ಇವರೆಲ್ಲ ಚಿಕ್ಕನ್ ಒಟ್ಟಿಗೆ ಆಟ ಆಡ್ಕೊಂಡು ಬೆಳ್ದವ್ರು ಅವ್ರು ಅವ್ರೊಟ್ಟಿಗೆ. ഇനി അദ്ദേഹം അങ്ങോട്ട് പറയുന്നത് ഈ പറയുന്ന ധർമ്മസ്ഥലത്തിന്റെ അധികാരിയായിട്ടുള്ള പുള്ളിക്കാരന്റെ ഒരു മകനുണ്ട്. അവനൊരു പാവം പോലെ, ഒരു അമുൽ ബേബിയെ പോലെ ഒക്കെ ആണെന്ന് മറ്റുള്ളവർ പറയുന്നെങ്കിലും അവൻ അമുൽ ബേബി ഒന്നും അല്ല. അവൻ നല്ല കില്ലാടിയാണ് എന്നുള്ള കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. എന്തുമായാലും ഈ ഒരു വിഷയം ഇപ്പം ഈ പറയുന്ന SIT അന്വേഷിച്ച് ഇത് പുറത്തു കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. പുറത്തു വന്നിട്ടില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് അന്വേഷണം പൂർത്തീകരിച്ച് ഇതിന്റെ പ്രതികളെ പിടിക്കണം. അതിനുവേണ്ടിയാണ് ഓരോരുത്തരും കാത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഓരോരുത്തരുടെ അമ്മ പെങ്ങന്മാരും സഹോദരികളും ഒക്കെയാണ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ളത്. അവരെയൊക്കെയാണ് തീർത്തിരിക്കുന്നത്. പലരെയും, പല ആൾക്കാരെയും മൃതദേഹങ്ങൾ ഈ പറയുന്ന ഒരു വനത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവരുടെ ഇപ്പോ എന്താ പറയാ, അസ്ഥികൂടങ്ങൾ മാത്രമാണ് ഈ പറയുന്ന ഈ ശുചീകരണ തൊഴിലാളിക്ക് വളരെ കൃത്യമായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കൊണ്ടുവന്ന ആ തലയോട്ടി അതിപ്പോ DNA പരിശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയിൽ ഇത് ആണിന്റെ ആണോ പെണ്ണിന്റെ ആണോ അതോ അത് എത്ര പ്രായമുണ്ട് അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് കിട്ടിയ മണ്ണ്, ആ മണ്ണും ഈ പറയുന്ന സ്ഥലത്തുള്ള മണ്ണാണോ എന്നുള്ളതുകൂടെ പരിശോധിക്കുകയാണ്. എല്ലാ പരിശോധനയും പൂർത്തിയായി ഈ പറയുന്ന ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലം കുഴിച്ചു നോക്കി അവിടെ നിന്ന് എത്ര പേരുടെ അസ്ഥികൂടങ്ങളുണ്ടോ അതെല്ലാം പുറത്തെടുക്കണം. അത് പുറത്തെടുത്താൽ മാത്രമേ നമ്മുടെ ഈ ഇന്ത്യയിൽ നടന്ന ഈ അതിദാരുണമായിട്ടുള്ള ഈ കാര്യം പുറത്തു വരത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നെ